നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇവളെങ്ങനെ ഇവിടെത്തി? അവിടുന്ന് രക്ഷപ്പെട്ടോ? മാളു, മോളെ ആരാ തട്ടിക്കൊണ്ടുപോയത്? മോൾക്ക് ഓർമ്മയുണ്ടോ? ഇല്ല, അയാള് മുഖംമൂടി വെച്ചിരുന്നു. അതുകൊണ്ട് ആരാന്ന് എനിക്ക് മനസ്സിലായില്ല. ഭാഗ്യം, കുട്ടിപ്പിശാചിന് എന്നെ മനസ്സിലായിട്ടില്ല. തൽക്കാലത്തേക്ക് രക്ഷപ്പെട്ടു. ആളു നന്നായിട്ടൊന്ന് ഓർത്തു നോക്കിയേ. അവിടെ ആരെങ്കിലും മോള് കണ്ടോ? ഇല്ല, അവരെ ആരെയും എനിക്കറിയില്ല. അതൊന്നും ഇനി മാള് ഓർക്കണ്ട. മോൾക്ക് ഒന്നും പറ്റിയില്ലല്ലോ, അത് മതി. ശ്രീ മഹേശ്വരൻ കാത്തതുകൊണ്ടാ വലിയ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. അതെ, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനി എന്റെ മോളെ ആരും ഒന്നും ചെയ്യാതെ ഈ അച്ഛൻ നോക്കിക്കോളാം. നകുലിതെപ്പോഴാ വന്ന്? ഞാൻ വന്നിട്ട് കുറെ സമയമായി. എനിക്ക് ശ്രേയയോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. എന്താ? ഈ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പിന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിലൊരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയാ നിനക്ക് കൊട്ടേഷൻ തന്നത്. അപ്പതേ പുതിയ പ്രശ്നമായി നീ. തമാശയല്ല ഞാൻ പറഞ്ഞത്. തമാശയാണെന്ന് ആരാ പറഞ്ഞേ? ഞാൻ കാര്യമായിട്ട് തന്നെ പറഞ്ഞത്. അതൊന്നുമല്ല, ഞാനിന്ന് വന്നിറങ്ങിയപ്പോ ഇവിടെ ആരോ എന്നെ ആക്രമിച്ചു. ആഹാ, കിട്ടിയോ? അതെ, അതിന്റെ കാര്യമാണ് ഞാൻ ചോദിച്ചത്. ഇതിനു മുമ്പ് എനിക്കൊരു അനുഭവമുണ്ട്. അപ്പൊ അത് സ്വപ്നമാണെന്ന് പറഞ്ഞ് നീ എന്നെ വിശ്വസിപ്പിച്ചു. ആരെന്നെ കൊല്ലം നോക്കിയേ? എനിക്കറിയില്ല. ഇവിടെ ആരും കണ്ടില്ലല്ലോ. നകുല് ചിലപ്പോ സ്വപ്നം കണ്ടതായിരിക്കും. ഇപ്പൊ എനിക്ക് ഉറപ്പായി അത് സ്വപ്നമൊന്നും ആയിരുന്നില്ല. ശരിയാ, അന്ന് നീ കണ്ടത് സ്വപ്നമൊന്നും ആയിരുന്നില്ല. വെറുതെ നകുല് പേടിക്കാതിരിക്കാനാ ഞാൻ അങ്ങനെ നുണ പറഞ്ഞത്. എന്തൊക്കെ പറയുന്നു ശ്രേയ? തെളിച്ചു പറ. ശരി, തെളിച്ച് വ്യക്തമായിട്ട് പറയാം. നകുലിനെ ആക്രമിച്ചത് ഗൗരിയ, മഹിയേട്ടന്റെ മുൻ ഭാര്യ, മാളുവിന്റെ അമ്മ. ഗൗരിയോ? അതെ, ഗൗരിയുടെ ആത്മാവ്. മാളുവിന് കാവലായി അവൾ ഈ കൈലാസത്തില് തന്നെയുണ്ട്. അപ്പോ ഗൗരിയുടെ ആത്മാവ് നിന്നെ ഉപദ്രവിക്കണമെങ്കിൽ നീ മാളുവിനെതിരായി എന്തോ ചെയ്തിട്ടുണ്ട്. എന്താ അത്? എന്താ ഉത്തരവില്ലേ? പിന്നെ എന്തിനുള്ള ഉത്തരം ശ്രേയക്ക് വേണ്ടത്? ചോദിച്ചോ. നീയല്ലേ മാളുവിനെ തട്ടിക്കൊണ്ടുപോയത്? അതെ, മാളുവിനെ തട്ടിക്കൊണ്ടുപോയത് ഞാനാ. പക്ഷെ ആ കൊട്ടേഷൻ കൊടുത്തത് നീയല്ലേ. അധികം അഭിനയമൊന്നും വേണ്ട, എനിക്കെല്ലാം വ്യക്തമായിട്ടറിയാം. അതുകൊണ്ട് പരസ്പരം ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോയാൽ രണ്ടാൾക്കും പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ ഇത് നിനക്ക് ആരോടെങ്കിലും പറയണമെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ. പക്ഷെ ഞാൻ കഥ തുടക്കം മുതലേ അങ്ങ് പറയും, അത്രേ ഉള്ളൂ. എല്ലാം താങ്ങാൻ ശ്രേയ തയ്യാറാവണമെന്ന് മാത്രം. ഞാനാരെയും ഒന്നും അറിയിക്കാൻ പോകുന്നില്ല. അതൊക്കെ അങ്ങനെ ആയാൽ ഞാനും ഒന്നും മിണ്ടില്ല, അതുപോലെ. ഞാൻ മുത്തശ്ശി ഒരു കാര്യം അറിയിക്കാൻ വേണ്ടി വന്നതാ. വന്നാ മൂടങ്ങ് പോയി. ഇനിയിപ്പോ നാളെ പറയാം. എന്താ കാര്യം? പേടിക്കണ്ട, ഇരിക്കുന്ന കൊമ്പ് നകുൽ ഓടിക്കില്ല. അപ്പൊ പിന്നെ ഞാൻ പോട്ടെ, നാളെ കാണാം. മഹിയേട്ടന്റെ ഭാര്യയായി കഴിയുന്നത് പുണ്യമായി കാണുന്ന ആളാ ഞാൻ. പക്ഷെ എനിക്കതിനുള്ള ഭാഗ്യമില്ലാതായിപ്പോയി. എനിക്കറിയേണ്ടിരുന്നതും അത് തന്നെയായിരുന്നു, നിന്റെ മനസ്സ്. അത് ഞാൻ അറിഞ്ഞു കഴിഞ്ഞു.
ഇനി നീ ആഗ്രഹിക്കുന്ന പോലെ മുത്തശ്ശിയുടെ സമ്മതം. അത് ഞാൻ മുത്തശ്ശിയോട് സംസാരിച്ചോട്ടെ? വേണ്ട മഹേട്ട, അതൊന്നും വേണ്ട. മഹേട്ടൻ ആരുടെയും മുൻപിൽ ചെറുതാവുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഇതില് ചെറുതും വലുതും എന്നൊക്കെ പറഞ്ഞ എന്താ? മുത്തശ്ശി മഹേട്ടൻ പറയുന്നതിനെ എതിർത്താലോ? അങ്ങനെ സംഭവിക്കില്ല എന്ന് തന്നെയാ എന്റെ തോന്നല്. അച്ഛൻ പറഞ്ഞാൽ മുത്തശ്ശി എന്തായാലും അനുസരിക്കും. ഗംഗ എന്റെ അമ്മയായിട്ട് മുത്തശ്ശി തരും. ചോദിക്കച്ചാ. അതെ മഹിയേട്ട, മഹിയേട്ടൻ സംസാരിക്കണം. നമ്മുടെ മോക്ക് വേണ്ടി, മഹിയേട്ടന് വേണ്ടി മുത്തശ്ശിയെ പറഞ്ഞ് സമ്മതിപ്പിക്കണം. നീ എന്താ ഒന്നും മിണ്ടാത്തത്? എന്റെ മാളുവിന് നിന്നോളം നല്ലൊരു അമ്മയെ കൊടുക്കാൻ എനിക്കാവില്ല. അത് മാത്രമല്ല, നിന്റെ മനസ്സിപ്പ് എനിക്കറിയാം. നീ അനുഭവിക്കുന്ന വേദനയും. നീയും മാളുവും ഒത്തൊരു ജീവിതം ഞാനത് ആഗ്രഹിക്കുന്നുണ്ട്. ഇത് മതി മഹേട്ട, ഇത്രയും മാത്രം എനിക്ക് കേട്ടാ മതി. മുത്തശ്ശിക്ക് കൊടുത്ത വാക്ക് മഹേട്ടനെ വിവാഹം കഴിക്കാൻ എന്നെ അനുവദിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു പോവാ. മഹേട്ടൻ സംസാരിച്ച മുത്തശ്ശി സമ്മതിക്കുമെങ്കില് മഹേട്ടൻ മുത്തശ്ശിയോട് സംസാരിക്കുന്നതില് എനിക്ക് യാതൊരു എതിർപ്പുമില്ല. അച്ഛാ, അച്ഛനെ ഈ ലോകത്തിലെ ഏറ്റവും നല്ല അച്ഛൻ. എനിക്ക് അച്ഛനെ ഒരുപാട് ഒരുപാട് ഇഷ്ടാ. വാ. ഉമ്മ. കണ്ടോ ഗംഗെ, ഈ സന്തോഷം ഇതിന് കാരണം നീയാ. ആ നിന്നെ ഞാൻ എങ്ങനെ വിട്ടുകളയാനാ? സത്യത്തിൽ ഭാഗ്യം ചെയ്ത ഞാനാ. അതുകൊണ്ടല്ലേ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എനിക്ക് വരാൻ സാധിച്ചു തന്നെ. അച്ഛാ, നമുക്ക് 3 പേർക്കും കൂടി പുറത്തു പോയാലോ? ആ, ഈ രാത്രിയിലോ? നാളെ ആവട്ടെ മോളെ. പറ്റില്ല. എനിക്ക് ഗംഗയുടെ അച്ഛൻ്റെയും കൂടെ ഇപ്പൊ തന്നെ പുറത്തേക്ക് പോണം. ട്രീറ്റും വേണം. മാളു, അതൊന്നും വേണ്ട. മുത്തശ്ശി സമ്മതിക്കില്ല. നമുക്ക് വേറൊരു ദിവസം പോവാം. പറ്റില്ല, ഇപ്പൊ തന്നെ പോണം. വാ അച്ഛാ. അച്ഛൻ വിളിച്ചാ ഗംഗയും വരും. മാളുവിന്റെ ആഗ്രഹമല്ലേ? ചെല്ലു മഹിയേട്ട, നമ്മുടെ കുഞ്ഞ് ആഗ്രഹിക്കുന്നല്ലേ? ശരി, നമുക്ക് പോവാം. എന്റെ മാളുവിന്റെ എല്ലാ ആഗ്രഹത്തിനും അച്ഛൻ കൂടെ ഉണ്ടാവും. നല്ല അച്ഛൻ. ഉമ്മ. എങ്ങനെ റെഡിയോ? നമുക്ക് പുറത്തു പോയിട്ട് വരാം. മഹേട്ട, അത് ഞാനല്ലേ പറയുന്നേ, നീ റെഡിയാവ്. വാ ഗംഗേ, വേഗം റെഡിയാവ്. ഞാൻ ഇപ്പൊ വരാവേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.